ഡൈസിറയിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു മിസ്റ്ററി ഹൊറർ ചിത്രം. ആ ദിവസം ക്രോധ ദിവസമായിരുന്നു, കഷ്ടതയുടെ ദിവസമായിരുന്നു, നാശത്തിന്റെയും ദുരിതത്തിന്റെയും ദിവസം, ഇരുട്ടിന്റെയും അന്ധകാരത്തിന്റെയും ദിവസം, മേഘങ്ങളുടെയും ചുഴലിക്കാറ്റുകളുടെയും ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉറപ്പുള്ള കോട്ടകൾക്കുമെതിരെ കാഹളനാദത്തിന്റെയും ആരവത്തിന്റെയും ദിവസം. ആഴത്തിലുള്ള വെറുപ്പോ ആഗ്രഹമോ ബാക്കി വെച്ച് ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് പൂർണ്ണമായിട്ട് ഈ ഭൂമി വിട്ടു പോകാറില്ല. പ്രണവ് മോഹൻലാൽ വീണ്ടും സ്ക്രീനിലെത്തുന്നു. ഡൈസിറയുടെ പ്രസക്തി എന്തായിരിക്കും? റോമിലെ സെന്റ് തോമസ് അക്വിനാസ് പൊന്തിഫിക്കൽ സർവകലാശാലയുടെ മുൻഗാമിയായിരുന്നു പ്രഭാഷകനായ ലാറ്റിനോ മലംബ്രങ്ക. ഈ ലാറ്റിൻ ശ്രേണി മലംബ്രങ്കയുടേതാണെന്ന് ആരോപിക്കപ്പെടുന്നു. താളാത്മകമായ വരികൾ കൊണ്ടും ഉച്ചാരണപരമായ ഊന്നൽ കൊണ്ടും സവിശേഷമാക്കപ്പെട്ട ഒരു മധ്യകാല ലാറ്റിൻ കവിത. കാഹളം മുഴക്കി ആത്മാക്കളെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നിൽ വിളിച്ചുകൂട്ടുന്ന അന്ത്യവിധി. അവിടെ രക്ഷിക്കപ്പെടാത്തവരെ നിത്യജ്വാലകളിലേക്ക് എടുത്തെറിയുമെന്നാണ് പറയുന്നത്. മരിച്ചവർക്കുള്ള കുർബാന, ഗ്രിഗേറിയൻ മന്ത്രം, വാക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യ മെലഡി. മരിക്കുന്നു, കഷ്ടത അനുഭവിക്കുന്നു, മരിക്കുന്നു, ഭ്രമയുഗം, ഭൂതകാലം, ശേഷം സ്ക്രീനിൽ എല്ലാ ആത്മാക്കളുടെയും സ്തുതിഗീതമായി ഡൈസ് ഇറേ.